അപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം, നിങ്ങൾക്ക് അല്ലാതെ ഫാമിലി യൂസിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 6 സീറ്റർ വേണം ഉപയോഗിക്കാം അല്ലേ, അല്ലെങ്കിൽ ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഫ്രണ്ട് സീറ്റ് വേണമെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് നടുവിലത്തെ പാർട്ട് വേണമെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് ഹാൻഡ് റെസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ സീറ്റായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ എടുക്കുന്ന നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, വേറെ ഒരു വർക്കും ഇല്ല, നോർമൽ ഒരു സർവീസ് മാത്രം ചെയ്താൽ മതി അല്ലേ, അപ്പോൾ 2.15 ഈ വണ്ടി കിട്ടുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വണ്ടിക്ക് പരിക്കുണ്ടായിരുന്നു, നല്ല പുറകിൽ ഇടിച്ചിട്ട് ഡിക്കി നോർമലല്ല കുറവാണ് അല്ലേ, അതായത് 14 വണ്ടിയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഓട്ടം. നല്ല മൈലേജ് ഉണ്ടാവും കേട്ടോ, 20 അബവ് മൈലേജ് അല്ലേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വാവാട് യൂസ്ഡ് കാസിൽ വന്നിരിക്കുകയാണ്. ഫൈസൽക്ക് നമ്മുടെ കൂടെ ഉണ്ട്, സുഖമല്ലേ? അടിപൊളി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോറൂമിൽ നമ്മൾ കുറച്ച് മുമ്പേ ചെയ്ത് തുടങ്ങിയതാണ്, പക്ഷേ വലിയ കുറേ എപ്പിസോഡും ചെയ്തിട്ടില്ല അല്ലേ, 4-5 വീഡിയോസ് മൊത്തം അത്ര ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ ചെറിയൊരു ഷോറൂമാണ്, ചെറു വണ്ടികളാണ് ലഭിക്കുന്നത്, നല്ല വിലപ്പാകത്തിൽ ലഭിക്കുന്ന ഷോറൂമാണ്. നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസിലൊക്കെ തന്നെ നല്ല പോസിറ്റീവ് റെസ്പോൺസാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് തന്നെ ഏകദേശം വണ്ടികൾ പെട്ടെന്ന് ഒഴിവാകും അല്ലേ, അങ്ങനെ സ്റ്റോക്ക് വന്നുകൊടുക്കും മെല്ലെ. അതാണ് ആ ഒരു ഗ്യാപ്പ് വരുന്നത്. എന്ത് തന്നെയാലും ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് വാവാട് തന്നെയാണ്, സ്ഥലപ്പേരും വരുന്നത് വാവാട് തന്നെയാണ്, ഷോറൂമിൻ്റെ പേരും വരുന്നത് കോഴിക്കോട് താമരശ്ശേരി റൂട്ടിൽ വാവാട്. കൊമേഴ്ഷ്യലും ഉണ്ട് ഇവിടെ, മിക്സാണ്, രണ്ടും കൂടി മിക്സാണ്, അങ്ങനത്തെ ഒരു ഷോറൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വന്ന് നോക്കാം. നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് ഇവിടുന്ന് വണ്ടികൾ എടുത്തിട്ടുണ്ട് മുന്നേ അല്ലേ, കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇന്നത്തെ സ്റ്റോക്കിലെല്ലാം ചെറിയ വണ്ടി തന്നെയല്ലേ? എല്ലാം ചെറിയ വണ്ടിയാണ്, എല്ലാം നല്ല ബഡ്ജറ്റ് റേറ്റുള്ള വാഹനങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ വാങ്ങാൻ മോഹം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, ബാക്കി കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നു. നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമുക്ക് വളരാൻ സാധിക്കില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടി എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോകും. ആദ്യ വാഹനം നമുക്കൊരു മാരുതി സുസുക്കിയുടെ ഈക്കോയിൽ തുടങ്ങാം. KL 37 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെയൊക്കെ ഡീറ്റെയിൽ? 2021 മോഡൽ, 21ആണ്. ഓക്കെ, സീറ്റ് AC എയർ ബാഗ് വരുന്ന ഓപ്ഷൻ വരുന്നതാണ്. ഓക്കെ, ആകെ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും ടോപ്പനാണ്, 18,000 ഓടിയിട്ടുള്ളൂ. നല്ല വിലയും 2 വർഷം കൊണ്ട് 18,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈക്കോ ഒരു 5 സീറ്റർ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം, നിങ്ങൾ ഫാമിലി പർപ്പസിന് എല്ലാം ഉപയോഗിക്കാം അല്ലേ. എത്ര കൊടുക്കാം? 4,25,000 കൊടുക്കാം. 4.4 ഫുൾ ഓപ്ഷൻ. 2021 വെറും 18,000 കിലോമീറ്റർ ഓടിയ 4-10 വരെയൊക്കെ ലോൺ കിട്ടും. ഓക്കെ, അപ്പോൾ 15,000 രൂപ നിങ്ങളുടെ ഡൗൺ പേയ്മെൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു മുതലാണിത്. അപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം, നിങ്ങൾക്ക് അല്ലാതെ ഫാമിലി യൂസിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ്. ഒരു 13 മൈലേജ് കിട്ടും ഇതിൽ. 15 കമ്പനി BS6 അല്ലേ? 15 വരെയൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ക്ലീൻ വണ്ടി. ഓക്കെ, 4.4 കണ്ടില്ലേ? ഞാൻ കണ്ടു. ടയേഴ്സും എല്ലാം ഉണ്ടാക്കും. പൊടി നോക്കണ്ട, അത് ഇവിടുത്തെ ഹൈവേ സൈഡിൽ തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. 4,25,000 ഈ ഒരു 2021 18,000 കിലോമീറ്റർ ഓടി 5 സീറ്റർ AC ഈക്കോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, അടുത്ത വണ്ടി. വീണ്ടും ഒരു തിരുവനന്തപുരം നെടുമങ്ങാട് വാഹനമാണ്. KL 21 രജിസ്ട്രേഷനുള്ള ബലേനോ. ഡീസൽ ബലേനോ? മൈലേജ് ഉണ്ടാവും, നല്ല മൈലേജ് ആയിരിക്കും. 2017 മോഡൽ. ഓക്കെ, ഓപ്ഷൻ ഏതാ? മിഡിൽ സീറ്റ് അല്ല, സീറ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ. ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. ടോപ്പായിട്ട് വരുമ്പോൾ അലോയ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഈ അലോയ്സ് അഡീഷണലി ചെയ്തിട്ടുണ്ട് അല്ല, സീറ്റയിൽ ഓൾറെഡി അലോയ്സ് ഉണ്ട് തോന്നുന്നു ബലേനോ. ഓക്കെ, എന്തായാലും മാറ്റി ചെയ്തിട്ടുണ്ട്, നല്ല അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഫ്രണ്ടിലുണ്ട്, ഒരു 70-80% ഉണ്ട്. പുറകിൽ ആവറേജ് ഉള്ളൂ ടയേഴ്സ്. നല്ല സീറ്റ് കവേഴ്സും ഉണ്ട് വാഹനത്തിൽ. ബാക്ക് വൈപ്പറൊക്കെ ഉണ്ട്. ബാക്ക് വൈപ്പർ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരും. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, സ്ക്രീന്, അങ്ങനത്തെ മാറ്റങ്ങളേ ഉള്ളൂ കാര്യമായിട്ട്. സ്ക്രീന് വരുന്നില്ലല്ലോ? സ്ക്രീനില്ല. ഇല്ല, എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഇപ്പോൾ മൊത്തത്തിൽ നീറ്റാണ്, റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ വാഹനം. ഓക്കെ, 6-10 കൊടുക്കാം. സീറ്റ 2017 സീറ്റ. ഓക്കെ, 6,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിൻ്റെ ഓട്ടോ എത്രയാ? ഓട്ടോ 1,16,000. 1,16 ഫുൾ സർവീസ് ഒക്കെ സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. നല്ല മൈലേജ്, 20+ മൈലേജ്, നല്ല പവർ ഉണ്ടാവും. ഓക്കെ, നല്ല ബോഡിയാണ്. ലോൺ എത്ര കയറും? ലോൺ 5-5.25 വരെ. 5.25 വരെ. അപ്പോൾ ഇതും ഒരു ചെറിയ മോഡൽ ഇറക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു വാഗണർ. KL 39 രജിസ്ട്രേഷനുള്ള ന്യൂ ഷേപ്പ് വാഗണറാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020 1.2 ലിറ്റർ 2020 ZXi.
ZX ആണോ VX ആണോ? അലോയ്സ് വരുന്നില്ല. ഓക്കെ, അലോയ്സ് വരുന്നില്ല അല്ലേ വാഗണറിൽ? ഓക്കെ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ എല്ലാം വരുന്നുണ്ട്. നല്ല സീറ്റ് കവേഴ്സും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സ്ക്രീനും വരും അല്ലേ? സ്ക്രീനും വരുന്നുണ്ട്. ഓക്കെ, എത്ര ഓട്ടം? 60,000, 58,000. 2020. ഇപ്പോൾ 4 വർഷം ആവാറായി. ഓക്കെ, ഒരു പെട്രോൾ വണ്ടിയുടെ ഓട്ടം മൈലേജ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഓടിയത്. എത്ര, ഒരു 16-17 പുതിയ വണ്ടിയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? പഴയ വാഗണർ തന്നെ 17 വരെ കിട്ടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ, കമ്പനി സർവീസ് ആയിരിക്കും, അറിയില്ല. കറക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും നോക്കി നോക്കാം. നമ്മുടെ നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും RC കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ അയച്ചു തരും, കോപ്പിയൊക്കെ അയച്ചു തരും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എടുക്കാൻ നോക്കിയിട്ടില്ല എന്തായാലും. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? 5 രൂപ കൊടുക്കാം. 5,50,000 ZXi 2020 വാഗണർ സ്വന്തമാക്കാം. 5.5 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. ഓക്കെ, ഫൈനാൻസ് ആണെങ്കിൽ 5,5,530 വരെയൊക്കെ ഫൈനാൻസ് ചെയ്തു മാക്സിമം കിട്ടൂല. ആ ഒരു മാർക്കറ്റ് വ്യത്യാസം കൊണ്ട്. ഓക്കെ, മാക്സിമം ഫിനാൻസും കിട്ടുന്നുണ്ട്. അപ്പം ഒരു 25,000 രൂപയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. 25,000 മുതൽ 50,000 വരെ കണ്ടാൽ പറ്റുന്നൊരു നല്ല ഹാഷ് ബാക്ക് വാഹനമാണ്. ഓക്കെ, വേറെ പണികളൊന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ, ക്ലെയിം ഒന്നും സംഭവിച്ചില്ലല്ലോ. ഓക്കെ, മഹീന്ദ്ര KUV 100 ആണ്. KL 21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷനുള്ള വാഹനം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 6 സീറ്റർ വേണം ഉപയോഗിക്കാം അല്ലേ? അല്ലെങ്കിൽ ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018, 46,000 ഓടി. ഓക്കെ, റീപ്ലേസ് തട്ടിമുട്ടി പരിക്കൊന്നുമില്ല, 5 വർഷം കൊണ്ട് 46,000 നോർമൽ. അതാ ഓപ്ഷൻ വരും അല്ലേ? പെട്രോൾ ബേസ്. ഓക്കെ, 2018 AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. ഒരു പരിക്കില്ല അല്ലേ? ഒരു പരിക്കോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ വാഹനം. ഇതിന് 13-14 മൈലേജ് ഉണ്ടോ? 15 വരെ? അതിന് താഴെ നോക്കിയാൽ പറയാം മൈലേജ്. ഓക്കെ, ഇതിന്റെ ടയർസ് അവസ്ഥ എങ്ങനെയാണ്? അടിപൊളി ടയർസാണ് കേട്ടോ, നല്ല അടിപൊളി പുതിയ ടയർസാണെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കണ്ട വാഗണറിന് നല്ല ടയർസ് ഉണ്ട്. അതേപോലെ തന്നെ ഈക്കോന് ഓക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ടയർസ് പറയാൻ മറന്നു പോയിരുന്നു, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ആസ്ക് ചെയ്യുന്നത്? ഇതൊരു 3 രൂപ കൊടുക്കാം നമുക്ക്. 3,20,018 KUV അല്ലേ? ഓക്കെ, സ്വന്തമാക്കാം. ഒരു 3 ലക്ഷം ലോൺ വരുമോ? 3-10, 3-20 വരെയൊക്കെ ലോൺ കയറും. മൈൻഡിൽ തന്നെ കയറും. 3-30. ഫിനാൻസ് ആണ്. ഓക്കെ, അല്ലാണ്ട് ബാങ്ക് ലോൺ നോക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഇതും ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. KUV ഉപയോഗിച്ച് ആരുടെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റുകളെ രേഖപ്പെടുത്തുക. അപ്പോൾ എടുക്കുന്നവർക്ക് ഒരു ഉപകാരം. തിരുവനന്തപുരം പോയത് അവിടുന്ന് വിറ്റ് കാശോട് അയച്ചു വന്നു, അതിന് ശേഷം വണ്ടി ഉണ്ട്. അത് ശരി, നേരെ അക്കൗണ്ടിലിട്ട് വണ്ടി കാണാതെ കൊണ്ടുപോയി. അത്രയേ ഉള്ളൂ. നിങ്ങളെ വീഡിയോ വിശ്വാസം. അതന്നെ, നമുക്ക് നിങ്ങളെ പോലത്തെ ഓരോ ആൾക്കാരുടെ വിശ്വാസം, അവർക്ക് നമ്മളെ വിശ്വാസം, എല്ലാം വിശ്വാസം കാത്തു സൂക്ഷിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു സ്വിഫ്റ്റ് ആണ്, നമ്മുടെ പഴയ ഷേപ്പ് സ്വിഫ്റ്റ് KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം. 2015 മോഡൽ. ഓക്കെ, 1,60,000 ഓടി. ഏതാ ഓപ്ഷൻ? PDI ഡീസൽ മിഡിൽ ഓപ്ഷൻ. 2015 അല്ലേ? 1.60. ഡീസൽ വണ്ടിയുടെ ഓട്ടോ ഉണ്ട് എന്തായാലും. ശരി, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, ഡിക്കിന് ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാറി അല്ലേ? വേറെ അപ്രോണിലേക്കോ? ഇല്ല, അങ്ങോട്ടൊന്നും പോയില്ല. ബോണറ്റിലേക്കോ ഹെഡ്ലൈറ്റോ ഒന്നും മാറിയിട്ടില്ലല്ലോ? വേറെ ഒന്നും റീപ്ലേസ് ഇല്ല. ഓക്കെ, ഹെഡ്ലൈറ്റ് പോലും മാറിയിട്ടില്ല, ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറി. ഡിക്കിയിൽ വർക്ക് എടുത്തിട്ടുണ്ട്. ഡിക്കിനെ പുറത്ത് കുറച്ച് വർക്ക് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്ത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാണ്ട് റീപെയിൻറ്റ് ചെയ്തതിൻ്റെ ഒരു അടയാളം ഉണ്ട് ഏകദേശം. ഓക്കെ, കുറഞ്ഞ വില കൊടുക്കുകയും ചെയ്യാം. 4 ലക്ഷം രൂപ കൊടുക്കാം. 2015 VDI അല്ലേ? ഓക്കെ, 4 ലക്ഷത്തിന് സ്വന്തമാക്കാം. 1.60 ഓടിയിട്ടുണ്ട്. ഈ ഒരു വില നമുക്കൊന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതിലില്ല, മറ്റേതൊക്കെ എന്തെങ്കിലും ചില്ലറ. എന്നാലും ഇപ്പോൾ കസ്റ്റമർ പറയുമ്പോൾ ചില്ലറ എന്തെങ്കിലും ഞങ്ങളോട് പറയുമ്പോൾ വില കൂടി പറയാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ 4 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഡീസൽ വാഹനം കൊണ്ടുപോകാം നിങ്ങൾക്ക്. എന്തായാലും സർവീസ് ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 15 മോഡലല്ലേ? ഇല്ല, കിട്ടിയില്ല അല്ലേ? ഓക്കെ, അതെ, തെറ്റിപ്പോണ്ട. എന്തായാലും ടയേഴ്സ് ഫ്രണ്ടിൽ നല്ല പുതിയ ടയേഴ്സാണ്, പുറകിൽ ആവറേജ് ഉള്ളൂ. പുറകിൽ ടയേഴ്സ് കാണേണ്ടി വരും. അതേപോലെ തന്നെ 1.60 ടൈമിംഗ് ചെയിൻ മാറാനായിട്ടുണ്ടാവില്ല, വീണ്ടും ഒരു 1.80, 1.90 മാറേണ്ടി വരും. രണ്ടാമത് വീണ്ടും മാറേണ്ടി വരും ടൈമിംഗ് ചെയിൻ. അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ടും കൂടി കാണേണ്ടി വരും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു KUV വന്നിരിക്കുകയാണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് നേരത്തെ നമ്മൾ കാണിച്ച പെട്രോൾ, ഇല്ല ഡീസലാണ്. ഡീസലാ? 2018. മൈലേജ് ഉണ്ടാവല്ലോ? നല്ല മൈലേജ് ഉണ്ട്. 20 above കിട്ടില്ല? 20 above മൈലേജ്. ഓക്കെ, 1.2 തന്നെയാണ് വരിക. 2018 ഓപ്ഷൻ ഫുള്ളാണോ? അല്ല, ഫുള്ള് നേരത്തെ K4 ആണ്. K4 ആണ് അല്ലേ? K8 അല്ല, K6 K8 അങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. പക്ഷേ
അഡീഷണൽ ആൻഡ്രോയിഡ് സിസ്റ്റം അവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ വരുന്നുണ്ടോ? ഫോർ വരും. പവർ വിൻഡോ ഉണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട് സീറ്റ് വേണമെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് നടുവിലത്തെ പാർട്ട് വേണമെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് ഹാൻഡ് റെസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ സീറ്റായിട്ട് ഉപയോഗിക്കാം. 6 സീറ്റർ ആവും. ഓക്കെ, ഓട്ടം 62,000. 18 അല്ലേ? ഡീസൽ വണ്ടി നോർമൽ ഓട്ടാണ്. നല്ല മൈലേജ് സെഗ്മെൻ്റ് ആണ്. എത്ര കൊടുക്കാം? 3,60,000. ഓക്കെ, ഫൈനൽ റേറ്റ് 3,60,000 സ്വന്തമാക്കാം. ഒരു 3 lakhs കസ്റ്റമർ അല്ല, അത് എന്തായാലും ചെയ്ത് കൊടുക്കാം. അല്ല, എത്ര ലോൺ കയറും? 340 നേരത്തെ അതേ ലോൺ ചെറിയ 10 രൂപ ഇറക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമർക്ക് 300 രൂപ ലോൺ കൊടുക്കാന്ന് പറഞ്ഞു. ഒരു ഡീസൽ വാഹനം നിങ്ങൾ നോക്കണമെങ്കിൽ തീർച്ചയായും എടുക്കാൻ പറ്റിയ നല്ല മൈലേജുള്ളൊരു സെഗ്മെന്റ് തന്നെയാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു കാസർഗോഡ് വാഹനമാണ്. KL 14 ഡസ്റ്റർ ആണ്, റിനോ ഡസ്റ്റർ. പറഞ്ഞോളൂ. 2013 110 PS ആണ് അല്ലേ? ഓക്കെ, ഒരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ? ഉണ്ട് ഇല്ലല്ലോ, 12 കാണുന്നത്. വണ്ടി മാറിയതാ. റീപ്ലേസ് ഒന്നുമില്ല, ഇല്ലാത്തയാ. ഓക്കെ, കൺഫ്യൂഷൻ ആയതാണ്. ഓക്കെ, അപ്പോൾ 110 ആണ്. ഒരു 15 വരെയൊക്കെ മൈലേജ് ഉണ്ടായി, അതിൻ്റെ ഉള്ളിലായിട്ടേ കിട്ടത്തുള്ളൂ. പവറുള്ള വണ്ടിയാണ്. RXZ വരുന്നില്ല, അതിൻ്റെ തൊട്ട് താഴെ അതാണ് RXT. ഓക്കെ, സെഡിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിമില്ല, നീറ്റ് വണ്ടിയാണ്. സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ടയേഴ്സിൻ്റെ അവസ്ഥ എന്താ? ആവറേജ് ഉള്ളൂ, മാറണം അല്ല? എന്തായാലും എടുക്കുന്ന പാർട്ടി മാറണം. എത്ര വരും ഏകദേശം കോസ്റ്റ് ഒക്കെ? ടയർ 4,500-5,000 ഈ ഒരു സൈസില്ല, 5 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ടയർ എന്തായാലും മാറാനായിട്ടുണ്ട്. ഓക്കെ, 2013 110 PS. എത്ര ഓട്ടം? 1,500,000. 1,05,000 രൂപയ്ക്ക് ഓട്ടം. എത്ര കൊടുക്കാം? ഒരു 3,95 കൊടുക്കാം. 3,95 110 PS 2013 ഡസ്റ്റർ സ്വന്തം. 3,500 രൂപയൊക്കെ ലോൺ വാങ്ങി കൊടുക്കാം. ചെയ്യാം. നിലവിൽ മെക്കാനിക്കലായിട്ടുള്ള എന്താ മാർക്ക്? കാരണം ഇതിന് ഇഞ്ചക്ടർ അടി അതൊക്കെ കേൾക്കാറില്ല. നിലയിൽ ഇപ്പോൾ കംപ്ലൈൻറ്റ് ഇല്ല, ഒന്നുമില്ല. അത് ടെസ്റ്റ് ചെയ്യാൻ അവസരം കൊടുക്കുക, വർഷാപ്പ് കാണിക്കുക, എല്ലാം ചെയ്യാൻ സാധിക്കും. എല്ലാം ചെയ്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ആ ഒരു ചെറിയ വാഹനമാണ്, ഡാറ്റ്സൺ റെഡിഗോ ആണ്. KL 50 രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ എങ്ങനെ? ഇത് 2018 AC പവർ സ്റ്റാരിങ്ങുള്ള വണ്ടി. ഓക്കെ, 45,000 ഓടി. നോർമൽ ഓട്ടോ. റീപ്ലേസ് തട്ടിമുട്ടി വരക്കൊന്നുമില്ല. 4 ടയറും പുതിയാണ്. വലിയ ടയർ, വീൽ ബേസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ എടുക്കുന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. ക്ലീൻ വണ്ടി. പുതിയ ഇൻഷൂർ, ഫുൾ കവർ. ലോൺ വേണമെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. 2,30,000 വില, അത്ര ലോണുമായി കൊടുക്കും. ഫുൾ ലോണും കിട്ടും. 2,30,000 രൂപയ്ക്ക് 2018 T ഓപ്ഷനാണ് വരുന്നത്. ബേസ് ആണ് അല്ലേ? ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് വരുന്ന ഓപ്ഷൻ വരുന്ന വാഹനം. 2,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 800 cc വാഹനം സ്വന്തമാക്കാം. നല്ല മൈലേജ് ഉണ്ടാവും, 20 വരെ റേഞ്ച് മൈലേജും കിട്ടും. ഇപ്പോൾ എടുക്കുന്ന നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, വേറെ ഒരു വർക്കും ഇല്ല. നോർമൽ ഒരു സർവീസ് മാത്രം ചെയ്താൽ മതി അല്ലേ? അവൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവൻ ചെയ്ത് തരുന്നതാണ്, വേറെ ഒന്നും പേടിക്കാനില്ല. ഫുൾ ലോൺ കിട്ടുന്ന നല്ലൊരു ചെറിയ വാഹനം, നമുക്ക് എടുത്തിട്ട് വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ്. ധൈര്യമായിട്ട് എടുക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു 7 സീറ്റർ ആണ്, ഒരു ചെറിയ 7 സീറ്റർ. KL 22 രജിസ്ട്രേഷൻ, ഡാറ്റ്സൺ ഗോ പ്ലസ് ആണ്. ഇതും ടയേഴ്സ് എങ്ങനെ? പുറകിലെങ്ങനെ? ഫ്രണ്ട് 2 പുതിയ ടയേഴ്സാണ്, പുറകിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, പറഞ്ഞോളൂ. 2016 മോഡൽ 7 സീറ്റർ നിങ്ങൾ പറഞ്ഞു. ഇനിയിപ്പം ഏത് ഓപ്ഷൻ വരുന്നത്? T ആണോ? ഇത് 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള എല്ലാം വരും. ഓക്കെ, ഓട്ടം 53,000 കിലോമീറ്റർ മാത്രം ഓടിയ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് തട്ടുമുട്ടി ഒന്നുമില്ല, ഒരു ചളക്കോ കാര്യം ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ല? സർവീസ് ചെയ്യാണ്ടോ? വേറെ ഒന്നുമില്ല, സർവീസ് മാത്രം ചെയ്താൽ മതി. അത്യാവശ്യം നല്ല നീറ്റ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. വലിയൊരു കേടുപാടൊന്നും ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു പോരായി വെച്ചാൽ തുടക്കാത്ത പിടിക്കാത്തൊരു പോരായി ഇവിടുത്തെ, അത് പ്രശ്നമല്ല. എന്തായാലും തുടച്ച് കഴിഞ്ഞാൽ വണ്ടി വൃത്തിയാവും. കൊടുക്കുമ്പോൾ എന്തായാലും നീറ്റാക്കി കൊടുക്കും. റോഡ് സൈഡിലായതുകൊണ്ട് പൊടി ഇങ്ങനെ വന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര കൊടുക്കാതെ നമുക്ക്? 2,55,000 കൊടുക്കാം. 2,55,000 നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഗോ പ്ലസ് ആണ്. 2,25,000 രൂപ ലോണുമായി കൊടുക്കാം. ലോണും കിട്ടും. ഓക്കെ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലബ് സീരീസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഈ വില തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ 2,15,000 ഈ വണ്ടി കിട്ടുന്നുണ്ട് എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വണ്ടിക്ക് പരിക്കുണ്ടായിരുന്നു, നല്ല പുറകിൽ ഇടിച്ചിട്ട് ഡിക്കി അവിടെ വർക്കെടുത്ത ടൈപ്പ് വണ്ടികളൊക്കെ ആയിരുന്നു അതൊക്കെ. ഇതിപ്പോൾ ഒരു പരിക്കില്ല. അപ്പോൾ വില കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതെല്ലാം കൂടി പരിഗണിക്കണം. ഇൻഷൂർ പുതിയതാണ്, പുതിയ എടുത്ത് കൊടുക്കും. ഓക്കെ, 2 മാസം 3 മാസം അല്ല, ഒരു വർഷത്തേക്കുള്ള ഇൻഷൂർ ഫുൾ കവർ ആകും. അതിന് പൈസ കയറുമല്ലോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഫുൾ ലോൺ കിട്ടുമോ?
ഫുൾ ലോൺ വെച്ചാൽ 10 കിലോമീറ്റർ ഏകദേശം 10 രൂപ. ഓക്കെ. എറ്റിയോസ് ലിവ വന്നു KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ. കേരള വണ്ടി തന്നെയാണ്? കേരള ഒറിജിനൽ കേരള വണ്ടിയാണ്. 2014 മോഡൽ. ഏത് ഓപ്ഷൻ? GD AC പവർ സ്റ്റാരിംഗ് ഉള്ള ഡീസൽ വണ്ടിയാണ്. സെറ്റ് ഒക്കെ ഉള്ളത്. ഓക്കെ. നല്ല അഡീഷണൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കളറൊക്കെ പുതിയ മുടക്കുന്നത് പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്തല്ല വാങ്ങി കസ്റ്റമർ ചെയ്താ പാർട്ടിയാണ് പറയുന്നത്. ന്യൂ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറെ പരിക്ക് പറ്റിയിട്ട് മാറ്റിയൊന്നുമല്ലല്ലോ. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ. ആകെ 75,000 ഓടിയുള്ളൂ. അടി പോയിട്ടുണ്ട് ഉള്ളോട്ടേക്ക്? ഇല്ല, അടിയൊന്നും പോയിട്ടില്ല. ഉറപ്പല്ല? ഉറപ്പ് തന്നെ. ക്രോസ് മെമ്പർ അങ്ങനത്തെ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. മെയിൻ ക്ലാസ് മാത്രം മാറിയില്ല. ഓക്കെ. ഡ്യുവൽ ടോണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ചെയ്താട്ടോ. ഇതിന്റെ ഒറിജിനൽ അല്ലേ? മനസ്സിലായി. അത് RC ചെയ്തോ? RC ചെയ്തിട്ടില്ല. നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. എടുക്കുന്ന പാർട്ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവില്ലേ ഏത് മോഡലാന്ന് പെട്ടെന്ന്. ഓക്കെ. ഓട്ടം 75,000. നോർമൽ ഓട്ടം? നോർമലല്ല, കുറവാണ് അല്ലേ? 2014 വണ്ടിയിൽ അപേക്ഷിച്ച് വളരെ കുറവാണ് ഓട്ടം. ഡീസലാണ്. 20, 21, 22 മൈലേജ് കിട്ടും. മെയിൻ്റനൻസ് വളരെ കുറവാണ്. എത്ര കൊടുക്കാം? 4,45 കൊടുക്കാം. 2014 GD അല്ലേ? 4,45,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വേറെ ലോണ് ഒരു ലോണിന് 4,10 വരെ കയറും. തന്നെ 10-30,000 കണ്ട് ഇറക്കാം. അപ്പോൾ ഒരു ഡീസൽ ലിവിയാണ്. താല്പര്യം കോൺടാക്ട് ചെയ്യാം. ഡീസൽ ടിയാഗോ വേണോ? അതായത് ഇവിടെ KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷനുള്ള ഒരു ഡീസൽ ടിയാഗോ ആണ്. 2016 മോഡൽ. 1,16,000 ഓടി. ഓക്കെ. 3,45 വില. XM 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിംഗ്, എയർ ബാഗ് എല്ലാം വരുന്ന സാധനമാണ്. XM ആണ്. 2016. 1,16,000 ഓടിയ വാഹനം. 3,00,000 എത്ര പറഞ്ഞത്? 45. 3,45 ഡീസൽ ടിയാഗോ സ്വന്തമാക്കാം. ഈ ഒരു ഓട്ടോ ഉണ്ട്. ഓട്ടോ എന്ന് വെച്ചാൽ സർവീസ് കമ്പനിയാണ് നോക്കിയിട്ടുണ്ടോ? പ്രോപ്പർ സർവീസുള്ള വാഹനമാണ്. കമ്പനിയിൽ നിന്ന് കറക്റ്റ് ടൈം ചെയ്യാനൊക്കെ അറിയോ? ചെക്ക് ചെയ്തില്ല. ഓക്കെ. അത് നോക്കിയിട്ടില്ല. പൊതുവെയൊക്കെ നോക്കാറില്ല കമ്പനി സർവീസ്. ഓക്കെ. വണ്ടിയുടെ ഫിസിക്കൽ കണ്ടീഷനാണ് കൂടുതൽ നോക്കാറുള്ളത്. നിങ്ങൾക്ക് എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഹിസ്റ്ററി എടുക്കണമെങ്കിലുള്ള എല്ലാ സഹായം ചെയ്തു തരും. ഓക്കെ. അപ്പോൾ 1,16 ഓടി. ടൈമിംഗ് മാറിയോന്നുള്ള അറിയില്ല. ഇനിയിപ്പോൾ പുറത്തുനിന്ന് മാറുകയാണെങ്കിൽ ഒരു 10,000 അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. അത്രയേ ആവുള്ളൂ. പുറത്തുനിന്ന് മാറാണ്. കമ്പനിയിൽ നിന്നാണ് ഒരു 15,000-ത്തിനൊക്കെ ഏകദേശം വർക്കും തീർന്നു കിട്ടും. ഓക്കെ. നല്ല മൈലേജ് ഉണ്ടാവും കേട്ടോ. 20 അബവ് മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകത. അപ്പോൾ 3,45,000 ഫുൾ ലോൺ കയറും. 3,10 വരെ കയറും. 35 കൊടുക്കേണ്ടി വരും. 35 പാർട്ടി പറഞ്ഞു കയറാൻ. ഓക്കെ. നിൽക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. 2016 മോഡലാണ്. XM. ബേസിക്കായിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലൊക്കെ നല്ല ടയേഴ്സാണ്. പുറകിലൊരു ഏവറേജ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു സ്വിഫ്റ്റാണ്. എവിടെയാണ് രജിസ്ട്രേഷൻ? KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. സ്വിഫ്റ്റാണ്. റെഡ് സ്വിഫ്റ്റ്. സെക്കൻഡ് ടൈപ്പ് അല്ലേ? എങ്ങനെയാ മോഡൽ? പെട്രോൾ 2015 VXI മിഡിൽ ഓപ്ഷൻ. റീപ്ലേസ് ഒന്നുമില്ല. 1,50,000 ഓടിയുണ്ട്. 3,75 കൊടുക്കാം. 2015 VXI 3,50,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 3,75 പറഞ്ഞേ. സോറി 3,45,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2015 VXI ആണ്. ഓട്ടം പോയിട്ടുണ്ട്. ഓട്ടം പോയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് പെട്രോൾ വണ്ടിയല്ല. വേറെ പണികളൊന്നും വരാനൊന്നുമില്ല. ഓക്കെ. ഒരു 16 റേഞ്ചിലൊക്കെ മൈലേജ് കണക്കാക്കാം. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി നീറ്റാണ് കേട്ടോ. നല്ല അടിപൊളി അലോയ്സ്, ഔട്ട്സൈഡ് അലോയ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സീറ്റ് കവേഴ്സ്, പ്രീമിയം ലുക്ക് വന്നിരിക്കുന്ന സീറ്റ് കവേഴ്സും ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റാണ്. കൊണ്ടു നടക്കണമെങ്കിൽ കാരണം റെഡ് കളറുമാണ് അല്ലേ? 3,45,000 രൂപയ്ക്ക് 2015 VXI. ഓക്കെ. ലോണ് 3,400 ലോൺ 25,000 മുതൽ 50,000 വരെ കണ്ടാൽ ഇറക്കാൻ പറ്റുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അവസാനത്തെ വാഹനം കാണിച്ചു കഴിഞ്ഞു. ഇനി ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വരിക അല്ലേ? അപ്പോഴത്തേക്ക് പുതിയ സ്റ്റോക്ക് ഇങ്ങനെ ചിലപ്പോൾ വന്ന സ്റ്റോക്ക് തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ അടുത്തടുത്ത് ഓരോ സ്റ്റോക്ക് വീണ്ടും വരട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോക്കുമായിട്ട് വീണ്ടും കാണാം. ഷോറൂം ലൊക്കേഷൻ വീണ്ടും മറന്നു വേണ്ട. വാവാടാണ്. കോഴിക്കോട് താമരശ്ശേരി റൂട്ടിൽ വാവാടാണ് സ്ഥലം വരുന്നത്. ഷോറൂമിൻ്റെ പേരും വാവാട് തന്നെയാണ്. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.